ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നീരജ നോക്കുമ്പോഴേക്കും കാർത്തിക് കാണുന്നുണ്ടെങ്കിൽ പത്മയുടെ കഴുത്തിൽ ഇങ്ങനെ കയറി പിടിച്ചിരിക്കുകയാണ്. അത് ദേഷ്യത്തിൽ തന്നെ അത് കാഴ്ച കണ്ടുവരുന്ന നീരജ ആകെ ഞെട്ടിപ്പോകുക കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. എന്തായാലും നീരജയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. മിക്കവാറും പത്മ കാർത്തികിനെ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അതവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അഞ്ജലി എടുത്ത സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ശ്യാമള, എനിക്ക് അവിടെ അപമാനം നേരിട്ടു, അപ്പോൾ എനിക്ക് അത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അത് ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്യാമള പറഞ്ഞിട്ട്, വേണ്ട മോളെ, നീ അത് ചോദിക്കരുത്. ചോദിച്ചിങ്ങനെ അനുപമയുടെ ജീവിതം തകരും. അവളുടെ ജീവിതം തകർത്തിട്ട് നമുക്ക് എന്ത് കിട്ടാന്? അവൾ അവിടെ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ അവൾ ജീവിക്കട്ടെ മോളെ, നമുക്കിനി അവളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാട്ടോ. ശേഷം വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ കാത്തിരിക്കുക, രണ്ടുപേരും വരട്ടെ വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ശ്യാമളയും അഞ്ജലിയുടെയൊക്കെ എത്തുമ്പോഴേക്കും അച്ഛൻ ചോദിക്കണം, നിങ്ങൾ എവിടെയാ പോയെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി സത്യം പറയുന്നുണ്ട്. ചേച്ചിനെ കാണുന്ന ഒരു ആഗ്രഹം അമ്മ പറഞ്ഞു, ജസ്റ്റ് ഇവിടെ വരെ കൊണ്ടുപോയതാന്ന് പറയുമ്പോൾ, ഓഹോ, അപ്പൊ നിനക്കും ആഗ്രഹം ഉണ്ടല്ലേ? വലിയ അത് കണ്ടപ്പോ നിനക്കും ആഗ്രഹം തോന്നിയോ? വലിയ പണക്കാരനെ കെട്ടണം അങ്ങനെയൊക്കെ നിനക്കും തോന്നിയോ എന്നൊക്കെ അഞ്ജലി അടുത്ത് ചോദിക്കുമ്പോൾ അഞ്ജലി പറയണ്ട, അച്ഛാ, എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. എന്റെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പേരെടുത്ത ഒരു വക്കീലാവണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അഞ്ജലി പറയാണ്. ശേഷം അഞ്ജലി ചേച്ചിയുടെ രണ്ട് വർത്താനം പറഞ്ഞല്ലോ, തന്റെ അമ്മേനെ അപമാനിച്ചതല്ലേ, അതിന് രണ്ട് വർത്താനം ചേച്ചിയുടെ പറയണം എന്ന് തീരുമാനിച്ചിട്ട് തന്നെ അഞ്ജലി നമ്മുടെ അനുപമയുടെ ഫോണിലേക്ക് കോൾ ചെയ്യാട്ടോ. പക്ഷെ ആ കോൾ എടുക്കണത് അഭിലാഷാണ്. ആദ്യം അഞ്ജലി ഹലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ ഹലോ പറയുമ്പോൾ തന്നെ അഭിലാഷിന് ഭയങ്കര സന്തോഷമാവട്ടെ. അഞ്ജലിയുടെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഹലോ അഞ്ജലി എന്ന് അഭിലാഷ് പറയുമ്പോഴേക്കും അഞ്ജലിക്ക് ആകെ എന്തൊക്കെയോ പോലെ തോന്നണം. അഞ്ജലി വേഗം ഫോൺ കട്ട് ചെയ്യാണ്. അഭിലാഷിന്റെ സന്തോഷം കാണുമ്പോൾ അനുപമക്ക് ദേഷ്യം കേട്ടോ, പഴയ കാമുകിയല്ലേ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.